ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇനി അതൊരു സ്കില്ലാണെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് അത് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പവർഫുൾ ആയിട്ടുള്ള 4 വേർഡ്സുകൾ പറയും. ഈ 4 വേർഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് അഫേം ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ആ 4 വേർഡ്സ് ഒന്ന് പറയാം, എന്നിട്ട് അത് എന്തുകൊണ്ട് യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കുന്ന സമയത്ത് ചിന്തിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പവർ എന്താണ് എന്നുള്ളത് കൂടി പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. 4 വേർഡ്സ് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ആഗ്രഹമാണ്. അത് ഒരു വസ്തുവാണെങ്കിലും, എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന പൊസിഷൻ ആണെങ്കിലും, ഒരു സ്കില്ലാണെങ്കിലും അത് കൃത്യമായിട്ട് ആദ്യത്തെ വേർഡ് അതായിരിക്കണം. രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഈസി എന്നുള്ള വേർഡായിരിക്കണം. മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് താങ്ക് യു എന്നുള്ള വേർഡായിരിക്കണം. നാലാമത്തെ വേർഡ് ഹാപ്പി എന്നുള്ളതായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും പറയേണ്ടി വരിക? ഡാൻസ്, ഈസി, താങ്ക് യു, ഹാപ്പി. ക്ലിയർ ആയോ? ഇനി നിങ്ങളൊരു വെഹിക്കിൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വെഹിക്കിളിന്റെ പേര്, ഇപ്പൊ ബെൻസ് ആണെങ്കിൽ ഇന്ന ബെൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ BMW ആണെങ്കിൽ ഇന്നതാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ BMW 7 സീരീസ് അല്ലെങ്കിൽ 5 സീരീസ് എന്താണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് പറയുന്നു. രണ്ടാമത് ഈസി, താങ്ക് യു, ഹാപ്പി എന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ ഒരു പൊസിഷൻ ആണെന്ന് വിചാരിച്ചു, ഒരു ഡോക്ടർ ആവാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ, ഈസി, താങ്ക് യു, ഹാപ്പി എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു വലിയ ബിഗ് എമൗണ്ട് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ആ എമൗണ്ട് 1 CR, നെക്സ്റ്റ് വൺ ഈസി, താങ്ക് യു, ഹാപ്പി. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും, ഇപ്പൊ വീടാണെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഹോം, രണ്ടാമത് ഈസി, താങ്ക് യു, ഹാപ്പി. ക്ലിയർ ആയാലോ? ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആ ഫസ്റ്റത്തെ ആ ഒരു ഇന്റൻഷൻ, നമ്മുടെ ആഗ്രഹം മാത്രം എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി 3 വേർഡും സെയിം ആണ്. അപ്പം നിങ്ങളുടെ ആഗ്രഹവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈസി, താങ്ക് യു, ഹാപ്പി എന്ന് താഴത്തൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങളവിടെ ഉറപ്പിക്കുക. നിങ്ങൾക്കറിയാലോ, ലോ ഓഫ് അട്രാക്ഷനിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോളായിട്ട് മാറും, ഡ്രീമിൽ നിന്ന് ഗോളായിട്ട് മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴത്തൊന്ന് ടൈപ്പ് ചെയ്തോ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം ഈസി, താങ്ക് യു, ഹാപ്പി. ഓക്കെ, ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ടും കാണാം. ഫസ്റ്റ് വൺ, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇന്റൻഷൻ സെറ്റ് ചെയ്യാണ്. എന്താണ് നമുക്ക് വേണ്ടത് അത് സബ് കോൺഷ്യസ് മൈൻഡിന് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ ആഗ്രഹം പറയുന്നത്. മനസ്സിലായോ? അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൃത്യമായിട്ട് പതിയും. ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് അട്രാക്ഷനിൽ. സോ ഇതൊരു 21 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം. ഒരു 5 മിനിറ്റ്സോളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയണം. ഈ ഒരു വേർഡല്ല, 4 വേർഡ്സും. അപ്പോൾ ഒന്നാമത്തെ വേർഡിന്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലായല്ലോ. നമ്മൾ ഇന്റൻഷൻ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പിക്കുക മനസ്സിൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ വേർഡ് നമ്മൾ ഈസി എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാ? ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിൽ. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനുള്ള ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു തടസ്സങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അച്ചീവ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു തോട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് വളരെ ഈസിയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, വ്യക്തികള്, സാഹചര്യങ്ങള്, ഇതൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ഡിഫിക്കൽട്ട് ആണെന്നുള്ള തോട്ട് പ്രോസസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഈസിയാണ് എന്നുള്ള വേർഡ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത്. എന്താണോ നമ്മുടെ ആഗ്രഹം അത്
ഈസി ആയിട്ട് നമുക്ക് നേടാൻ പറ്റും എന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ് രണ്ടാമത്തെ വേർഡ് നമ്മൾ ഈസി എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ വേർഡ് നമ്മൾ താങ്ക് യു എന്നാണ് പറയുന്നത്. ഈ താങ്ക് യുവിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പഠിപ്പിക്കുന്ന എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ആണ്. കാരണം നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മാത്രമല്ല വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഏത് മതത്തിലാണെങ്കിലും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് കൂടുതൽ നൽകും എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി നേടിയതിനും ഇപ്പോൾ ഉള്ളതിനും ഇനി വരാൻ പോകുന്നതിനും നന്ദിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈസി ആയിട്ട് എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ അവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ താങ്ക് യുവിന്റെ ഇമ്പോർട്ടൻ്റ് എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഡ് ഓൺ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഈ സംഭവം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നന്ദി, അല്ലെങ്കിൽ അത് എന്നിലേക്ക് എത്തിക്കുന്നതിന് നന്ദി എന്നുള്ള ഒരു പ്രോസസ്സ് കൂടി അവിടെ നടക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാപ്പി. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഇമോഷനിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അവിടെ പോസിറ്റീവ് ഇമോഷൻ കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാപ്പി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് വേറെ രീതിക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ താങ്ക് യു എന്നുള്ളത് ഇത് മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് വേർഡ് ഹാപ്പി ആണല്ലോ, ഹാപ്പി ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രസന്റിലും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ആയി ബന്ധപ്പെട്ട് വളരെ കണക്ഷൻസ് ഉള്ള വേർഡ്സുകളാണ്. അപ്പൊ ഈ ഒരു വേർഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ വേർഡിന്റെ ഇമോഷൻസ് എന്താണോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ ഈ 4 വേർഡ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു വേർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളതാണ്, ബാക്കി 3 വേർഡ്സ്. അപ്പൊ ഇത്ര മനസ്സിലാക്കാം. എന്താണോ നമ്മൾ പറയുന്നത് അത് ഈസിയാണ്. ഈസി എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക. താങ്ക് യു എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ, നന്ദിയുള്ളവനാണ് ഞാൻ എന്ന് ചിന്തിക്കുക. ഹാപ്പി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അത്ര ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്താണോ പറയുന്നത് ആ ഒരു ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ 5 സെൻസസ് വെച്ച് അത് ഫീൽ ചെയ്തുകൊണ്ട് ഈ 4 വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 തവണയെങ്കിലും ഇത് താഴത്തൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ഈസി, താങ്ക് യു, ഹാപ്പി. ആഗ്രഹം ഈസി, താങ്ക് യു, ഹാപ്പി. ആഗ്രഹം ഈസി, താങ്ക് യു, ഹാപ്പി. നിങ്ങൾ ആ ടൈപ്പ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് പതിയുന്നുള്ളതാണ്. എന്നിട്ട് ഇത് കൃത്യമായിട്ട് ഒരു 21 ദിവസം 5 മിനിറ്റ്സ് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് പറഞ്ഞ് കിടന്നു നോക്കിക്കേ, നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കും. അതൊരു സ്കില്ലാണെങ്കിലും വസ്തുവാണെങ്കിലും ഒരു പൊസിഷൻ ആണെങ്കിലും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എന്ത് സ്വപ്നവും ഈസി ആയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മാത്രം മാനിഫെസ്റ്റ് ചെയ്താൽ പോരല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവരും മാനിഫെസ്റ്റ് ചെയ്യട്ടെ, അവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡൻസ് ഒക്കെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.